വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാണക്കാടാണുള്ളത്. പാണക്കാട് മലപ്പുറം റോട്ടിലുള്ള ശക്തി ഇന്റർലോക്ക് ബ്രിക്സ്, ഇന്റർലോക്ക് പാവിംഗ് ബ്ലോക്ക്, അതായത് മണ്ണ് കൊണ്ടുള്ള കല്ലുകൾ, അതുമാതിരി സിമെന്റ് കൊണ്ടുള്ള കല്ലുകൾ. ഇപ്പോൾ നമ്മളെ സാധാ ചെങ്കല്ല് കിട്ടാനില്ലാത്ത കാരണം ഇപ്പോൾ നമ്മൾ കൃത്രിമ കല്ലുകളാണ് നമ്മൾ അധികം യൂസ് ചെയ്യാറുള്ളത്. അതിനെക്കുറിച്ച് അധികം ആളുകൾക്ക് പരിചയമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ശക്തിയിലുള്ള നമ്മളിവിടുത്തെ നിങ്ങളുടെ പേരെന്താണ്? ഷറഫുദ്ദീൻ. ഷറഫുദ്ദീനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാ ഈ കല്ലിപ്പോ ഒരു കല്ലിന്റെ വീതി വരണില്ലല്ലോ. അത് കല്ലിന്റെ വീതി ഉണ്ട്, കല്ലിന്റെ ഹൈറ്റ് കിട്ടൂല, സൈസിൽ ഹൈറ്റ് കിട്ടൂല. അപ്പൊ ഇത് എത്ര ഇഞ്ചാണ് കറക്റ്റ് വരുന്നത്? സൈസ് വരുന്നത് 6 ഹൈറ്റ് 8 വീതി 12 ലെങ്ത്. ഇപ്പോ ഇതിപ്പോ ഇവിടുന്ന് നല്ല മൂവിങ് ഉണ്ട്. അതൊക്കെ വീട് വെച്ചിട്ടുണ്ടോ? വീട് വെച്ചിട്ടുണ്ട്, അതായത് അപ്സ്റ്റെയർ വീടുകൾ വരെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതേമാതിരി തന്നെയാണ് ഇപ്പൊ ഈ സാധനം വരുന്നത്. ഇതിപ്പോ എങ്ങനെ സൈസ് വരുന്നത്? ഇത് മഡല്ല, ഇത് നമ്മള് സ്ലറി പൊടി സിമെന്റ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ്. ഇത് ലോക്ക് സിസ്റ്റം ആണ്, മറ്റേ ലോക്ക് സിസ്റ്റം അല്ല. ഇത് ലോക്ക് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇതിപ്പോ നമ്മള് സാധാ ഇപ്പൊ ഇതിൽ നിങ്ങൾ സിമെന്റ് മിക്സിംഗ് ആണോ? സിമെന്റ് മിക്സിംഗ് ഉണ്ട്. അത് അതിന്റെ ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യക്ക് അനുസരിച്ച് നമ്മൾ സിമെന്റ് മിക്സ് ചെയ്തിട്ടാണ് അത് നിർമ്മിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ പഠിക്കാൻ ഉപയോഗിക്കണേ പിന്നെ ഈ ഒരു സാധനം പിന്നെ വെയിറ്റ്ലെസ് ബ്ലോക്കുകളാണ്. പാർട്ടീഷൻ ചെയ്യാനും കോളം കൂട്ടാനും ഇതിനൊക്കെ ഫില്ലറിന്റെ ഇതിലൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ അതേമാതിരി ഇന്റർലോക്കുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ സ്ക്വയർ ഫീറ്റ്? സ്ക്വയർ ഫീറ്റ് 65 മുതൽ നമ്മൾ ചെയ്തു കൊടുക്കും. സൈറ്റിൽ വന്ന് ചെയ്തു കൊടുക്കും. അതായത് നിങ്ങൾ ഫുള്ള് വർക്ക് എല്ലാം അതിൽ പെടും. അതേമാതിരി തന്നെ അതിൽപ്പെട്ട പല മോഡലുകളാണ്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഈ ഒരു സാധനത്തിന് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 75 രൂപ സ്ക്വയർ ഫീറ്റ്. 75 രൂപ. ഇത് പുല്ല് അഡീഷണൽ ആണ്. ഗ്രാസ് നമ്മൾ നാച്ചുറലും ചെയ്യാം, ആർട്ടിഫിഷ്യലും ചെയ്യാം. ഇത് ആർട്ടിഫിഷ്യലാണ്. ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇത് നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാൻ പറ്റാത്ത ഒരു ഇന്റർലോക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ 65,000. അല്ല, ഇത് ടൈൽസ് ആണ്. ടൈൽസ് അതും നമ്മള് ഇതില് ഇത് നമ്മള് സാധനം നമ്മൾ നിങ്ങൾക്ക് തരുന്നു. ഇതിന്റെ വർക്കിംഗ് ഇല്ല. ഇത് 30 രൂപ വെച്ചിട്ട് നമ്മള് സാധനം നിങ്ങൾക്ക് തരും. ഇത് നമ്മള് നിലം വിരിക്കേണ്ടതാണ്. പിന്നെ അതേമാതിരി തന്നെയാണ് ഈ കോൺക്രീറ്റ് ജാലി. ഇത് അധികം നമ്മളെ നാട്ടിൽ മണ്ണിന്റെ ഒക്കെയാണ് നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. ഇത് കോൺക്രീറ്റിന്റെ നല്ല ഫിനിഷിംഗ് വരുന്നുണ്ട്. മണ്ണിന്റെ അത്ര ഫിനിഷിംഗ് വരില്ല. ഇതിന് എന്താ റേറ്റ് വരുന്നത്? ഇത് 60 രൂപ വരുന്നത്. 60 രൂപ. മണ്ണിലെ റേറ്റും കുറവാണ്, ഫിനിഷിംഗ് ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. നല്ല ട്രെൻഡിങ്ങിലേക്ക് സാധനം. 20 പരം മോഡലുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഇതേമാതിരി ഇത് മേലെ, അതായത് സീലിംഗ് വിരിച്ചിട്ട് അതിന്റെ മേലെ ഗ്ലാസ് ഇട്ടുക. അപ്പൊ നമ്മളെ അടിയിൽ നിന്ന് നോക്കുമ്പോ നല്ല മേലത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 60 രൂപ. 60 രൂപ. ഇതൊക്കെ സെയിം റേറ്റ് ആണ്. ഡിസൈനില് വ്യത്യാസമുള്ള 1-2 മോഡൽ മാത്രമേ ഉള്ളൂ റേറ്റിൽ മാറ്റം. പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു ഇതൊക്കെ ഇന്റർലോക്ക് പെട്ടാണ്. ഇതൊക്കെ റേറ്റിൽ മാറ്റങ്ങൾ വരുന്നതാണ്. സൈസിനനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങൾ. ഗ്രാസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണത് ഇന്റർലോക്ക്. അതായത് ആർട്ടിഫിഷ്യലും ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റേ സാധാ ഗ്രാസും ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ ഇതൊക്കെ സ്റ്റോണുകളല്ലേ? അത് സ്റ്റോണുകളൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? സ്റ്റോൺ 135 മുതലുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 135, 145 റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങള് ഇപ്പൊ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇവിടെ ഉണ്ടാക്കണില്ല, പുറത്തുനിന്ന് വരേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണ് പുറത്തുനിന്ന് വരേണ്ടതാണ്. പിന്നെ AC ബ്ലോക്ക് പറഞ്ഞില്ലേ, അത് പുറത്തുനിന്ന് വരേണ്ടതാണ്. ബാക്കിയെല്ലാം നമ്മളിവിടെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മളെ മണ്ണിന്റെ കട്ടായാലും അത് അതൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ അതേമാതിരി തന്നെ പിന്നെ ഇന്റർലോക്ക് സാധനങ്ങൾ, ഇന്റർലോക്ക്, ജാളി, അതെല്ലാം നമ്മളെ പ്രൊഡക്റ്റ് ആണ്. നമ്മളിവിടെ ഉണ്ടാക്കേണ്ടതാണ്. ശരി. ഈ സാധനമൊക്കെ പുറത്തുനിന്ന് വരുന്നില്ല? അല്ല, ഇതൊക്കെ നമ്മളിവിടെ ഇത് ഉണ്ടാക്കണ ഈ ഐറ്റംസിലൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി അവിടെ കാണിച്ചില്ലേ, അതിന്റെ വേറൊരു മോഡലാണ്. വേറെ മോഡൽ അല്ലേ? അതിൽ ചെറിയ സൈസാണ്. ലോഡ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, വണ്ടി കാര്യങ്ങളൊക്കെ അതിന് കയറാം. ഇപ്പൊ ഈ പുല്ലിങ്ങനെ ഇപ്പൊ നമ്മൾ വണ്ടി കയറുമ്പോ ഈ ഒരു ഇതിങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് വെക്കുക. ഇതിപ്പോ നമ്മളിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഗ്രാസ് ഇതിൽ ആഡ് ചെയ്യുക. ഇത് വല്ല ഗം അങ്ങനെ ഗ്രൗട്ട് ഇട്ട് കണ്ട് ആണി അടിക്കും. അങ്ങനെയാണ് പരിപാടി. ഒരുവിധമുള്ള വീടുകളിലൊക്കെ ഇപ്പൊ പല രീതിയിലുള്ള ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഇന്റർലോക്ക് ചെയ്ത ഏരിയയിൽ 2 സൈഡിൽ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോ പിന്നെ ഇതിപ്പോ നമ്മളെ മലപ്പുറം റോട്ടില് പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അതായത് ഇവിടെ ഏത് മോഡൽ വേണമെങ്കിലും ഇന്റർലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർലോക്കോ, അതേമാതിരി മൺകട്ടകളോ, അതേമാതിരി പിന്നെ സ്റ്റോണുകളോ,
ഏത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മണ്ണ് കൊണ്ടാണ് ഇപ്പൊ അവര് ആ കട്ട ഉണ്ടാക്കുന്നത്. കോറി വേസ്റ്റ് ആണ് ശരിക്കും. അതായത് ചെങ്കല്ല് കോറിന്ന് അവിടെ നിന്നുള്ള മണ്ണാണ് ഇവർ കളക്ട് ചെയ്യണത്. എന്താ വെച്ചാൽ ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല തിക്കൻസ് നല്ല കണ്ട കല്ലിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലതാണ്. അപ്പൊ ഇത് ഉറപ്പുണ്ടാവോ എന്ന് ചോദിച്ചാൽ ചെങ്കല്ലിന്റെ ഒരു ഗുണം കിട്ടൂതേ. അതായത് ഇതിന്റെ മെഷീനറിയും കാര്യങ്ങളും അതായത് അതെ ഹൈഡ്രോളിക് ആണ്. ഹൈഡ്രോളിക്കിൽ പ്രസ് ചെയ്തിട്ട് താബൂക്ക്, അതായത് താബൂക്ക് ഉണ്ടാക്കണില്ലേ, കട്ട ഉണ്ടാക്കുന്ന കോയിൻ സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് ഇവർ ഈ സാധനം ഉണ്ടാക്കണത്. അപ്പൊ അത്രയും ലോഡ് ഈ സാധനത്തിൽ എടുക്കും. അതാണ് ഇവർ നമ്മൾ നേരത്തെ ചോദിച്ചേക്ക് ഇവർ പറയണത്. ഇതാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ മണ്ണ് ഈ മണ്ണ് ഫസ്റ്റ് ടൈം ഇതിലിടണം. ഇതിലിട്ടിട്ട് ഈ നെറ്റ് മുഖേന ഫിൽറ്റർ ചെയ്യണം. ഫിൽറ്റർ ചെയ്തിട്ട് നല്ല, അതായത് ഒരു മേഡ് ലെവലിൽ കണ്ട ഇവിടുന്ന് ഫുള്ള് കച്ചറാതി വലിയ നെറ്റ് കൂടെ കടന്നു പോകും. അത് കഴിഞ്ഞിട്ട് ആ ചെറിയ നെറ്റ് കൂടെ ബാക്കി ഫിൽറ്റർ ചെയ്യുന്ന നല്ല സംഭവം മാത്രമായിട്ട് പോവുള്ളൂ. വേസ്റ്റ് അവർ ഇവിടെ ചാടിക്കാണ്. എന്നിട്ട് ഹൈഡ്രോളിക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഇവർ മിക്സ്. ഇതിൻ്റെ ഒരു റഷ്യ വരുന്നുണ്ട്, എന്ത് മറ്റേ സിമെന്റിന്റെ ആ ഇപ്പൊ അടിക്കാതെ ഇന്ന് പ്രവർത്തനം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ സംഭവം സ്റ്റോക്ക് ഉണ്ട്. ഇത് ഈ കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സറാണിത്. അത് മിക്സർ ഇതിലാണ് കിട്ടുക. അവരിത് ഇട്ടിട്ട് ഇതാണ് ഇവര് കണ്ടാ ഇത് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഈ ബെൽറ്റ് മുഖേന കൺവർ ബെൽറ്റ് മുഖേന ഇതിന്മേണ് ഇത് വൈബ്രേഷൻ ചെയ്യണത്. അതായത് ഇതിലുണ്ടാക്കണവർ ഈ ഒരു അച്ചിതാ, ഈ അച്ചിൽ ഇവർ ഈ സംഭവം ഫില്ല് ചെയ്യുക ചെയ്യണേ. ഇത് ഫില്ല് ചെയ്തിട്ട്, അതായത് ഇവിടുന്ന് ഫില്ല് ചെയ്യുക. ഈ ഫില്ല് ചെയ്തിട്ട് അവർ ഇതിമേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു വൈബ്രേഷൻ മോട്ടർ ഉണ്ട്, കണ്ടില്ലേ? ആ വൈബ്രേഷൻ മോട്ടർ മുഖേന അപ്പോൾ ആ ഇതിമ വെക്കുമ്പോൾ ഇത് ജർക്ക് ചെയ്തിട്ട് ഇത് അത്രയും ഫില്ലാവുകയാണ്. അപ്പോൾ അത്രയും വൈബ്രേഷൻ കൊടുത്തിട്ടാണ് ഈ സാധനം അവർ ഉണ്ടാക്കുന്നത്. ഇല്ല, നമ്മളെ നാട്ടിൽ എവിടെ ഇല്ല. അപ്പോൾ വെളാഞ്ചേരി, ഇപ്പോൾ നമ്മുടെ നാട് പറഞ്ഞാൽ പേരശ്ശന്നൂർ, അപ്പോൾ വെളാഞ്ചേരി, കുറ്റിപ്പുറം, അതുപോലെ പുത്തനത്താണി, അങ്ങനെ സ്ഥലങ്ങൾ. ഇത് മലപ്പുറത്ത് ഇതേപോലെ കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് അതുണ്ട്. സാധാരണ താബൂക്ക് അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതായത് ഇത്രയും ഫെസിലിറ്റി ആയിട്ട് അവർ ചെയ്യണില്ല. അതെ, ഇത് അവരിപ്പോൾ ഇന്ന് ചെയ്താണ്. അതായത് ഇപ്പോൾ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. ഇത് സ്റ്റോൺ ഇതാ ഈ റഫായിട്ട് കണ്ടാ. ഇത് ഇനി ഇവർ ഇങ്ങോട്ട് റിട്ടെടുത്ത് കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഉള്ള ഭാഗം അടിഭാഗത്ത് പോകും. ഈ റഫ് ഉള്ളതാണ് നമുക്ക് മുകൾ ഭാഗത്ത് കിട്ടണ്ടേ. അതിപ്പോ ഒരു ആന്തൂർ സ്റ്റോൺ വരുന്നതിന്റെ, അപ്പൊ ആന്തൂർ സ്റ്റോൺ വരുന്നുണ്ടല്ലോ. അതെ, അത് നാച്ചുറൽ ആണ് അവർ ഇതായത്. പക്ഷെ ആ നാച്ചുറലിനെക്കാളും വലിയ സൈസാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അത്രയും ഗ്രിപ്പും കാര്യങ്ങളും കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതാണ് ആ മെഷീന്. അപ്പോൾ വേണ്ട, ഇത് ഇവര് ഇതിലൂടെയാണ് ഇവർ ഫിൽറ്റർ ചെയ്യണത്. ഇതിൽ അതായത് ഈ മണ്ണ് ഇതിലിട്ടിട്ട് ഇതിൽ ഫിൽറ്റർ ചെയ്ത്, അപ്പോൾ അത് അങ്ങനെ ഒരുപാട് വലിയ കല്ല് ബോളറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഇതിൽ ഇട്ടിട്ട് കണ്ട ഇതേപോലത്തെ തരി കണ്ടില്ലേ, ഒരേ ഫിക്സ്ഡ് തരിയാണ് ഇവരാക്കണത്. ഇതാണ്ട ഫിക്സ്ഡ് തരി ആക്കിയിട്ട് ഇതാക്കുക. അപ്പോൾ ഇത് നൈസ് പൊടിയുണ്ട്, തരിയുണ്ട്. അപ്പോൾ ഇതേപോലെ മിക്സ്ഡായിട്ട് വരുമ്പോൾ നമുക്ക് കല്ലിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, കല്ലും പൊട്ടിച്ചാൽ ഇതേപോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവർ ഹൈഡ്രോളിക് മുഖേന നല്ല ടൈറ്റ് ആക്കാണ്. എന്നിട്ട് ഇവർ ഇത് ഇടുന്നത് പിന്നെ ഈ മണ്ണെടുത്തിട്ട്, അതായത് ഇതിലേക്ക് സിമെൻറ്റും ഇതിൻ്റെ അനുപാതത്തിലുള്ള സിമെൻറ്റും ഈ മണ്ണും കൂടി ഇവർ മിക്സ് ചെയ്യാണ്. ഇതിലിട്ടിട്ട് ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് ഇവർ മിക്സ് ചെയ്യണത്. ഇതാ ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഇവർ മിക്സ് ചെയ്യണത്. ഇതാ ഈ മെഷീനിൽ ഇതിലാണ് ഈ മണ്ണും സിമെൻറ്റും കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇവർ നേരെ ഇതിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഇത് ഹൈഡ്രോളിക്കിൻ്റെ പ്രസ് ചെയ്യണത്. അത് അത്രയും സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് ഇവർ പ്രസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഇതിമ്മ കോൺക്രീറ്റ് 2 നില വീട് വെക്കാനൊന്നും ഇപ്പോൾ നമുക്കൊരു വിഷയം വരുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയണത് എന്താണ്, ഇതിലൊരു വിഷയം വരുന്നില്ല. അത്രയും സ്ട്രെങ്ത്താണ് ഇവർ ഹൈഡ്രോളിക്കിൽ കൊടുക്കണത്. അത്രയും ഭാരം, അതായത് അത്രയും ഭാരം കൊടുത്ത് ചെയ്യണ കാരണം ഇതിനങ്ങനത്തെ ഒരു കുഴപ്പം വരില്ല എന്നാണ് അവരിതിന് പറയണത്. അപ്പോൾ അത്രയും സ്ട്രെങ്ത് അവർ കൊടുക്കേണ്ടതിന്. അല്ലതാ സിമെൻറ്റിൻ്റെ ബ്ലോക്കാണിത്. ഇത് നമുക്ക് സൈസ് വരുന്നത് 5 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഒരു മിനിറ്റ്, ഇത് നിർത്തും, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പോൾ സിമെൻറ്റ് ബ്ലോക്ക് ഇവർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതും മണ്ണിൻ്റെ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർമ്മാണ മേഖലയ്ക്ക് കൊണ്ടുപോകണത്. അതായത് ചെങ്കല്ലിൻ്റെ ഇഷ്ടമായ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. സിമെൻറ്റും ഈ മണ്ണിൻ്റെ ഈ ലോക്ക് കട്ടയാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവർ ഇപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമായ ഇത് വന്നു തുടങ്ങി. പക്ഷെ ഇതിൻ്റെ ഫാക്ടറിയോ കാര്യങ്ങളോ മാനുഫാക്ചറിങ്ങോ ഒന്നും നമ്മളവിടെ നടക്കണില്ല. ഇപ്പം മലപ്പുറം അതേപോലെ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ നമ്മൾ ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അതിൻ്റെ സിമെൻറ്റാണിത്.
സിമെന്റിന് വില കൂടുതലാണല്ലേ? സിമെന്റ് മണ്ണിനെക്കാളും കുറച്ച് വില കൂടുതൽ. സിമെന്റ് മണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. ഒരു ലോഡിന് ഇപ്പോൾ നമുക്ക് വരുന്നത് 1200 രൂപയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. പക്ഷെ അതുപോലല്ല, ഇത് സ്ലേറി ഉപയോഗിക്കേണ്ടതിൽ ഏത് നമ്മളിപ്പോൾ എംസാൻഡ് ഫിൽറ്റർ ചെയ്ത് വരുന്ന സ്ലേറി ഇല്ലേ, ആ സ്ലേറി സിമെൻറ്റ് അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സ്ലേറി സിമെൻറ്റ് അതും കൊടുത്ത് വൈബ്രേഷൻ ചെയ്തുണ്ടാക്കുന്ന കട്ടയാണിത്. അത്ര സ്ട്രെങ്ത് ഉണ്ട് ഇതും. നിങ്ങൾ പണിത്തോളൂ, അതൊന്നും കുഴപ്പമില്ല. വാ, നിങ്ങൾക്ക് നിൽക്കാൻ ഒഴിവുണ്ടാവരുത്, അതാണ് നമ്മളെ ലക്ഷ്യം. നിങ്ങൾക്ക് നിൽക്കാൻ ഒഴിവുണ്ടാവരുത്. പറയണതേ ഇത് 8 ഇഞ്ച് വീതിയാണ് വരുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് ഇങ്ങനെയാണ് പടുക്കുക. ഇങ്ങനെയാണ് പടുക്കൽ. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഇതാ 8 ഇഞ്ച്. ഇത് ഇതുപോലെ ഇങ്ങനെ പടുക്കുക. കണ്ട ലോക്കായി. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 20 സെൻറ്റിമീറ്റർ, അതായത് 8 ഇഞ്ചാണ്. ഹൈറ്റ് വരുന്നത് 12 സെൻറ്റിമീറ്ററാണ്. 5 ഇഞ്ച് ഹൈറ്റാണ് ഇത് വരുന്നത്. ഇത് ലെങ്ത്ത് എന്ന് പറഞ്ഞത് 1 അടിയാണ് വരുന്നത്. 30 സെൻറ്റിമീറ്ററാണ് ഇതിന് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിന് വില വരുന്നത് 45 ഉറുപ്പ്യാണ്. ഇതിൻ്റെ വില കാണുന്നത്. 6ൻ്റെ കട്ടാണിത്. ഇതാ 6ൻ്റെ കട്ടാണ് ഇവർക്കിപ്പോൾ കൂടുതലായിട്ട് മൂവിയാണ്. കണ്ട, ഇത് മതിൽ പണി, അതുപോലെ വീടിൻ്റെ അപ്സെയർ എടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കട്ടയാണ്. സിമെൻറ്റിൻ്റെ ഈ ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇതേപോലെ പഠിക്കാൻ സിമ്പിളാണ്. അടിയത്തെ വരി മാത്രം ലെവൽ ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയൊക്കെ ലോക്കായിട്ട് നമുക്ക് ഇട്ടുകൊണ്ടേ ഇരിക്കാം. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ഇഞ്ച് ഹൈറ്റ്, 6 ഇഞ്ച് വീതി, 1 അടി 10 ഇഞ്ച് നീളമാണ് വരുന്നത്. നമ്മളെ ഈ കാണുന്ന നിസാൻ ലോറിയിൽ ഫുള്ള് ലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ മണ്ണിൻ്റെ കട്ടുണ്ടല്ലോ ഈ കാണുന്ന, അതിൻ്റെ മുകളിൽ കയറ്റിയാലും അത് പൊട്ടൂല എന്നാണ് ഇവർ പറയുന്നത്. ഈ വണ്ടി കയറിയാലും പൊട്ടൂല എന്നാണ് ഈ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത് നമ്മളോട്. അപ്പോൾ നമുക്കത് അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ മൺകട്ട വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടൂല എന്നാണ് പറയണത്. ഇതാ ഫുൾ ലോഡ് കൊടുക്കാനാണ് വരുന്നത്. ഫുൾ ലോഡായിട്ടാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ലോഡാട്ടോ. അതാ ഫുൾ ലോഡാണ് കയറ്റുന്നത്. അല്ല ഫുൾ ലോഡ്. ഒന്നും സംഭവിച്ചില്ല. തന്നോട് ഒന്നും സംഭവിച്ചില്ല. കണ്ടില്ല, ഈ ഒരു കട്ട ഇത്രയും സ്ട്രെങ്ത്തുള്ള ഒരു കട്ട ചെങ്കല്ലിന് പോലും ഉണ്ടാവില്ല. ചെങ്കല്ല് ചിലപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് അത്രയും ലോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും. ഫുൾ ലോഡ് കട്ട ഉണ്ടാവും. ഫുൾ ലോഡ് മറ്റേ കട്ട എടുത്തിട്ട് നമ്മൾ ഡ്രൈവർ നമ്മൾ കാട്ടി തന്നാണ്. എല്ലാം അത്രയും ഗ്യാരണ്ടി മറ്റേ കട്ട ഒരു കോപ്പം എന്തെങ്കിലും കോപ്പം നോക്കുന്നു. അത്രയും ഈ കട്ട ഈ ലോഡ് ഇത്രയും ലോഡ് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ആ വണ്ടിയായിട്ട് കയറ്റിയിട്ട് ആ കല്ല് പൊട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉറപ്പ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ആവശ്യമുള്ളവർ ഇവിടെ വന്നിട്ട് ശക്തി എന്ന് പറയുന്ന പാണക്കാട് ഭാഗത്ത് വന്നിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. ഇവരെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡാക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് വിളിക്കാം. പിന്നെ നമ്മളെ കല്ലിൻ്റെ അതേ വലുപ്പത്തിൽ ഇവരടുത്ത് സാധനം ഉണ്ട് ഇവിടെ. ഇതാണ്. പക്ഷേ ഇത് മൂവിങ് ഇല്ലാത്തത്. ഇത് ഉണ്ടാക്കാൻ എക്സ്പെൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. ഒരു കല്ലിൻ്റെ ഇതിൽ വരുമ്പോൾ 51 ഉറുപ്പ്യൊക്കെ വരും അത്ര നമ്മളെ സൈറ്റിൽ എത്തിച്ച് വരുമ്പോൾ. അപ്പോൾ പിന്നെ ആളുകൾക്ക് കല്ലെടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ഇതിന് മൂവിങ് അല്ലാത്തത്. അതുകൊണ്ടാണ് ഇത് കാട് പിടിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്ത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഈ ഒരു സൈസാണ്. ഇത് നമ്മളെ സാധാ ചെങ്കല്ലിൻ്റെ വീതിയും വരണില്ല എന്ന് പറഞ്ഞത്. അതായത് അങ്ങനെ അത്രയും അങ്ങനെ ചെങ്കല്ലിൻ്റെ അതേ അളവ് ഈ കല്ലിന് വരുന്നില്ല.